ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ വിഷു ഈസ്റ്ററൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ കുറച്ച് മുടക്കായിരുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് ഫിലിം കാണാൻ ഒരു മൾട്ടിപ്ലക്സിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അവരത് കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചൊരു സംശയമാണ് ഞങ്ങളോട്. സാർ, ഞങ്ങൾ ഇൻ്റർവെല്ലിൽ കുറച്ച് പോപ്കോൺസ് വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ പല ടൈപ്പ് വാങ്ങിച്ചപ്പോൾ പല റേറ്റ് ഓഫ് GST ആണ് അതിൽ കണ്ടത്. അതെന്താ അങ്ങനെ? അപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, ഭയങ്കര ഒരു വിവാദം പോലെ നിർമ്മല സീതാരാമൻ്റെ ഒരു പോപ്കോണിന് GST ഏർപ്പെടുത്തുന്നതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവർക്ക് അതിലേക്ക് അറിവിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല. ഫിലിം നമ്മളെല്ലാവരും കാണാൻ പോകുന്നവരാണ്. അതിൽ പോകുമ്പോൾ നമുക്ക് പാക്കഡ് അല്ലാതെ ആ ബാസ്ക്കറ്റിൽ നമുക്ക് ഫ്രൈ ചെയ്ത് നേരിട്ട് തരുന്ന പോപ്കോൺ ആണെങ്കിൽ അതിന് വരുന്ന GST 5%. CGST 2.5, SGST 2.5. അതിൻ്റെ ബൈഫർക്കേഷൻ വരും. ഇനി അത് പാക്ക് ചെയ്തിട്ടാണ് തരുന്നതെങ്കിൽ 5%-ന് പകരം 12%. ഇനി ചില ആളുകൾക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കാരമൽ, അങ്ങനെ ഷുഗർ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഇത് പലർക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഐറ്റാണല്ലോ. അതിന് പക്ഷെ 18% കേട്ടോ. ഷുഗർ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാരമൽ ടൈപ്പിനൊക്കെ 18% ഇതിന് വരുന്ന GST. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ഈ പോപ്കോണ് ഇവർ GST ലെവി ചെയ്യുന്നത്. ഇത് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊരു സിമ്പിളായിട്ടൊരു സംഭവം തന്നത് മാത്രം. ഫോർ മോർ ഡീറ്റെയിൽസ് സ്റ്റേ വിത്ത് KP Techs India.